നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് സൂര്യദശാകാലത്തെക്കുറിച്ചാണ്. ഒരാളുടെ ജാതകത്തിലെ സൂര്യൻ മനുഷ്യൻ്റെ ആത്മാവുമായും പിതാവുമായും ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. സൂര്യന് രാജാവിൻ്റെ സ്ഥാനമാണുള്ളത്. ശ്വാസം നിയന്ത്രിക്കുക, മനസാക്ഷി സൂക്ഷിക്കുക, വ്യക്തിത്വം നിലനിർത്തുക, തൻ്റെ ഇടമുണ്ടാവുക. കൂടാതെ പുരുഷജാതകത്തിൽ സൂര്യനെ കൊണ്ട് അച്ഛനെയും സ്ത്രീജാതകത്തിൽ ഭർത്താവിനെയും ചിന്തിക്കണമെന്നാണ്. സൂര്യൻ സർക്കാർ സംബന്ധമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ശരീരാവയവങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഹൃദയം, വായ്, തൊണ്ട ഇതുമായി ബന്ധമുള്ളത് സൂര്യനാണ്. ജാതകത്തിൽ സൂര്യന് ബലം കുറവാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ദോഷം സംഭവിക്കുന്നതാണ്. ഈശ്വരഭക്തി, പ്രാമാണികത്വം, ഒരാളുടെ പ്രവർത്തനക്ഷമത, ഭരണസാമർഥ്യം, ആത്മവിശ്വാസം, കീർത്തി, പ്രശസ്തി, രാജകീയത, സർക്കാർ ജോലി ഇവയെല്ലാം തന്നെ സൂര്യൻ്റെ ഗുണവിശേഷങ്ങളാണ്. ജാതകത്തിൽ സൂര്യന് ബലമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ശോഭിക്കുമെന്നുള്ളതാണ്. സൂര്യന് ബലമില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ദോഷം സംഭവിക്കും. ജാതകത്തിൽ സൂര്യന് ആധിപത്യം സിംഹരാശിയാണ്, അതായത് ചിങ്ങൻ രാശി. ഒരാൾക്ക് സൂര്യദശാകാലം 6 വർഷമാണ്. ഒരാളുടെ ജാതകത്തിൽ ഇഷ്ടഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ, അതായത് ലഗ്നം മുതൽ നോക്കുമ്പോൾ 3, 6, 10, 11 എന്നീ ഭാവങ്ങളിലോ, ഉച്ചക്ഷേത്രത്തിലോ അതായത് മേടൻ രാശി, സുക്ഷേത്രത്തിലോ അതായത് ചിങ്ങൻ രാശിയിലോ, ബന്ധുക്ഷേത്രത്തിലോ ആണ് നിൽക്കുന്നതെങ്കിൽ അയാളുടെ ദശാകാലത്ത് പുത്രലാഭം, ധനലാഭം, ഉദ്യോഗലാഭം, കീർത്തി, സുഖം ഇവയെല്ലാം ജാതകൻ്റെ പ്രായസ്ഥിതി അനുസരിച്ച് ലഭിക്കുമെന്നുള്ളതാണ്. ജാതകത്തിൽ 3, 6, 10, 11 എന്നീ ഭാവങ്ങളിലല്ലാതെയാണ് സൂര്യൻ്റെ സ്ഥിതിയെങ്കിൽ അയാളുടെ സൂര്യദശാകാലം വളരെ ക്ലേശകരമായിരിക്കും. പ്രവൃത്തി രംഗത്ത് തടസ്സങ്ങൾ, മാനഹാനി, രോഗം, സർക്കാർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പൊതുജന വിരോധം, പിതൃദുരിതം ഇവയെല്ലാം അനുഭവിക്കേണ്ടി വരും. ജാതകത്തിൽ 6, 8, 12 എന്നീ ഭാവങ്ങളിലാണ് സൂര്യൻ്റെ സ്ഥിതിയെങ്കിൽ സൂര്യദശാകാലം വളരെ ക്ലേശകരങ്ങളായ ഫലങ്ങളായിരിക്കും ജാതകന് ലഭിക്കുക. സൂര്യദശയിലും മറ്റു ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ വരുന്ന സൂര്യൻ്റെ അപകാരകാലത്തും സംഭവിക്കാവുന്ന ഗുണഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വനത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുക, അവ കൈവശം വന്നു ചേരുക, വനപ്രദേശത്ത് ജോലി ചെയ്യുക, സ്വർണ്ണക്കച്ചവടം ചെയ്യുക, ക്രൂരപ്രവൃത്തികൾ ചെയ്യുക, സർക്കാർ ജോലി, പരാക്രമം ഇവയൊക്കെ കൊണ്ട് ധനം സമ്പാദിക്കുക. സൂര്യദശാകാലത്ത് നല്ലതുപോലെ ആലോചിക്കാതെ പല പ്രവൃത്തികളും ചെയ്യുക. എന്തു വന്നാലും ഒരു കുലുക്കമില്ലായ്മ, ഏതു സമയത്തും നല്ല ഉത്സാഹമുള്ളവനായിരിക്കുക, മനസന്തോഷം, പ്രശസ്തി, ദൂരത്തു നിന്നുകൊണ്ടുപോലും ശത്രുവിനെ ഭയപ്പെടുത്താൻ കഴിയുക ഇവയെല്ലാം തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. ദോഷഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാര്യ, സന്താനങ്ങൾ, ധനം, ശത്രുക്കൾ, ആയുധങ്ങൾ, അഗ്നി, സർക്കാർ ഇവ നിമിത്തം ആപത്തുകൾ, കുടുംബത്തിൽ നിന്നും വേർപെട്ട് കഴിയുക, ഒറ്റപ്പെടൽ, ചീത്ത പ്രവർത്തികൾ ചെയ്യുക, അങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടുക, കൂടെ ജോലി ചെയ്യുന്നവരോട് തന്നെ കലഹപ്പെടുക, ഹൃദയത്തിനും ഉദരത്തിനും രോഗം വരിക ഇവയെല്ലാം അനുഭവിക്കേണ്ടി വരും. കൂടാതെ സൂര്യദശയിൽ ഹിംസ തുടങ്ങിയ ക്രൂരപ്രവൃത്തികൾ ചെയ്യുക, വയറിനും പല്ലിനും രോഗം വരിക, ഭാര്യയെക്കൊണ്ടും സന്താനങ്ങളെക്കൊണ്ടും ദുഃഖം അനുഭവിക്കേണ്ടി വരിക, അച്ഛൻ, ഗുരുജനങ്ങൾ ഇവരെ പിരിയേണ്ടി വരിക, ധനനാശമുണ്ടാകുക ഇങ്ങനെയുള്ള ഫലങ്ങളെയും അനുഭവിക്കേണ്ടി വരും. സുക്ഷേത്രത്തിലായാലും പാപയോഗമുണ്ടായാൽ ദോഷഫലം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ലഗ്നത്തിലോ കേന്ദ്രഭാവങ്ങളിലോ അതായത് 1, 4, 7, 10 എന്നീ ഭാവങ്ങളിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ സൂര്യദശയിൽ
അയാൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുക, ഭാര്യയെ നഷ്ടപ്പെടുക, എല്ലാ കാര്യങ്ങളിലും തോൽവി തുടങ്ങിയ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലം വളരെ കഷ്ടപ്രദമായിരിക്കും. സൂര്യൻ ലഗ്നാധിപനാണെങ്കിൽ ദശാകാലത്ത് നല്ല ഫലങ്ങളെ തരുമെന്നുള്ളതാണ്. 2ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലം ഭാര്യയ്ക്ക് നാശം സംഭവിക്കും, ധനത്തിന് നാശം സംഭവിക്കും, അതേപോലെ തന്നെ കുടുംബകലഹം തുടങ്ങിയ വിഷയങ്ങൾ വന്നു ചേരും. 3ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലത്ത് വളരെ ശോഭനമായിരിക്കും. സുഖം, ധനലാഭം, എല്ലാ കാര്യങ്ങളിലും സാമർഥ്യം എന്നിവയുണ്ടാകും. 4ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനാണെങ്കിൽ അയാളുടെ ദശാകാലം കൃഷി, ഭൂമി, വാഹനം ഇവയ്ക്ക് നാശം, സുഖത്തിന് ഹാനി, മാതാവിന് ദോഷം, കുടുംബകലഹം ഇവ അനുഭവിക്കേണ്ടി വരും. 5ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ അയാളുടെ ദശാകാലം സർക്കാർ തലത്തിലോ ഔദ്യോഗിക തലത്തിലോ പ്രശ്നങ്ങൾ, മനക്ലേശം, ബുദ്ധിമാന്ദ്യം ഇവയൊക്കെ വന്നു ചേരും. 6ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ അയാളുടെ ദശാകാലം എല്ലാവിധത്തിലും പ്രശ്നങ്ങളും ധനനാശവും വന്നു ചേരുമെന്നുള്ളതാണ്. 7ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ അയാളുടെ ദശാകാലത്ത് ഭാര്യാമരണമോ രോഗമോ വന്നു ചേരും. 8ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലം പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും രോഗവും വന്നു ചേരും, പ്രത്യേകിച്ച് കണ്ണിന്. 9ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലം സർക്കാർ സംബന്ധമായോ ഔദ്യോഗിക സംബന്ധമായോ പ്രശ്നങ്ങൾ, പൊതുവിൽ ഭാഗ്യദോഷം, പരാജയം, പിതാവിന് കഷ്ടതകൾ ഇവയൊക്കെ വന്നു ചേരും. 10ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലത്ത് കാര്യവിജയം, നല്ല പ്രവൃത്തികൾ, കീർത്തി, ഉദ്യോഗത്തിൽ ഉയർച്ച, പൊതുവിൽ എല്ലാ കാര്യങ്ങൾക്കും വിജയം വന്നു ചേരും. 11ൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലത്ത് പല വിധത്തിലുള്ള ധനലാഭം, പ്രവൃത്തി വിജയം, ഭാര്യാപുത്രാദി സൗഖ്യം, വിഭവസമൃദ്ധമായ ജീവിതം ഇവയൊക്കെ വന്നു ചേരും. സൂര്യന് നീചസ്ഥിതിയോ ശത്രുക്ഷേത്രസ്ഥിതിയോ ആണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും വന്നു ചേരുകയില്ല. 12ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ അയാളുടെ ദശാകാലം പല വിധത്തിലും ക്ലേശകരമായിരിക്കും. ധനനാശം, പരാജയം, കണ്ണിന് രോഗം, ഭാര്യാപുത്രാദികൾക്കോ മാതാപിതാക്കൾക്കോ ദുരിതങ്ങൾ വന്നു ചേരുക ഇവയൊക്കെ സംഭവിക്കും. സൂര്യൻ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുക, സൂര്യൻ ലഗ്നാധിപനായിരിക്കുക, ഏത് ഭാവത്തിലായാലും ശുഭയോഗമോ ശുഭവീക്ഷണമോ ഉണ്ടായിരിക്കുക. അങ്ങനെയെങ്കിൽ ദശാകാലത്ത് ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. ഓരോ രാശിയിലും നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. മേടം, ചിങ്ങം, കർക്കിടകം, വൃശ്ചികം ഈ രാശികളിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലം ജാതകന് ശോഭനമായിരിക്കും. ഇടവം, തുലാം രാശികളിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലത്ത് ഭാര്യാസംബന്ധമായ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. തുലാം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലത്ത് ജാതകന് തന്നെ ദേഹദുരിതമോ രോഗമോ വന്നു ചേരാം. മിഥുനം, കന്നി രാശികളിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലത്ത് ധനലാഭം, കീർത്തി, സാഹിത്യാദി കലകളിൽ നൈപുണ്യം ഇവയൊക്കെ നേടുവാൻ കഴിയും. മകരം, കുംഭം രാശികളിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലം ഭാര്യാപുത്രാദികൾക്ക് ദുരിതം, ധനനാശം, ദുഷ്കീർത്തി എന്നിവയുണ്ടാകും. സൂര്യദശാകാലത്ത് ദോഷാനുഭവങ്ങൾക്ക് പരിഹാരമായി സൂര്യോദയത്തിന് മുമ്പ് ഉണർന്നെഴുന്നേൽക്കുക, ജന്മനക്ഷത്ര ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക, വ്രതമനുഷ്ഠിക്കുക, ഉപവസിക്കുക, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഇവർക്ക് ധരിക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ കാവ്യവസ്ത്രമാണ്. എന്നും കാവ്യവസ്ത്രം ധരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും ഞായറാഴ്ചകളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും കാവ്യവസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. ചുവപ്പും ആകാമെന്ന് പറയുന്നുണ്ട്.
എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.